ടർബോ. അപ്പൊ ഈ സിനിമേനെ കുറിച്ചിട്ട് പറയുമ്പോൾ മമ്മൂക്ക തന്നെ ഇതിന്റെ കാതലിന്റെ പ്രസ് മീറ്റിന്റെ സമയത്താന്ന് തോന്നുന്നു പറഞ്ഞത്. ഒരു അടിയോടടി പടാണ് വരാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ കംപ്ലീറ്റ് അടി കാര്യങ്ങളാണ് സിനിമയിലുള്ളത്. എക്സ്പെഷ്യലി മമ്മൂക്കയുടെ അടിയിലുള്ള പെർഫോമൻസ് അത് എടുത്തു പറയേണ്ടതാണ്. കാരണം അല്ലാതെയുള്ള അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ പെർഫോമൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല ശരിക്കും. അത് ഓരോ സിനിമയിലും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക. പക്ഷേ ഫൈറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മെയ് വഴക്കമില്ലായ്മ നമുക്ക് ഭയങ്കര എവിഡന്റ് ആയിട്ട് എല്ലാ ഫൈറ്റുകളിലും നമുക്ക് കാണാൻ പറ്റും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ തുടക്കത്തിലുള്ള ചില ഫൈറ്റുകളിലൊക്കെ ഈ ക്യാമറ മൂവ്മെന്റ്സ് വെച്ചിട്ടും എഡിറ്റിംഗ് ട്രിക്ക് വെച്ചിട്ടും ഒക്കെ അതിനെ കുറേ അധികം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ക്ലൈമാക്സിലെ ഫൈറ്റ് എന്ന് പറയുന്ന സംഭവം വെടിച്ചിലായിട്ടുണ്ട്. വെടിച്ചില്ലെന്നല്ല പറയേണ്ടത്, ഗംഭീര സാധനം. അതായത് ഒരു കമ്പക്കെട്ടിന് പോയിരുന്ന ആ ഒരു ഫീലിലാണ് ക്ലൈമാക്സ് ഫൈറ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും ഗംഭീര എൻഗേജിങ് ആയിട്ടുള്ള ഫൈറ്റാണത്. കുറേ അധികം സീൻസിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചം വന്നു. ക്ലൈമാക്സിലെ സീൻസ് കേട്ടോ, അത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം ക്ലൈമാക്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ ഒരു സംഭവം കണ്ട ഒരു ഫീല് നമുക്ക് അങ്ങോട്ട് കിട്ടി. എന്നാൽ ഈ സിനിമ ഇനിയും തിയേറ്ററിൽ പോയി കാണാൻ തോന്നുന്ന ഒരു സിനിമയാണെന്ന് വെച്ചാൽ അല്ല. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ഇനിയൊന്ന് പോയി കാണണം എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നിട്ടില്ല. കാരണം RDX കണ്ട സമയത്ത് ഞാൻ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടാണ്. ഒരു പ്രാവശ്യം OTTയിലും കണ്ടാണ്. ഫുൾ കേട്ടോ, ഓടിച്ചു പോലും വിടാതെ കണ്ടതാണ്. അതുപോലെ ആവേശം 2, 3 തവണയൊക്കെ പോയി കണ്ടതാണ്. ഇനി ഇടിപ്പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിയോ വേണമെങ്കിൽ എടുക്കാം. കാരണം ഈ സിനിമ കണ്ട് അവസാനിക്കുന്നവരെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയൊരു സിനിമയാണ് ലിയോ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ കാര്യങ്ങൾ ഒന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് എവിടെയൊക്കെയോ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ ലിയോ എന്ന സിനിമ പോലും പല ആൾക്കാർക്കും ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന സിനിമയാണ്. പക്ഷെ ഞാനത് 2 പ്രാവശ്യം തിയേറ്ററിലും 1 പ്രാവശ്യം OTTയിലും കണ്ട ഒരു പടമാണ്. എനിക്ക് അത്രയും വർക്കായ ഒരു പടമാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് രണ്ടാമതൊന്ന് ഈ സിനിമ ഒന്ന് കാണണമെന്നുള്ളൊരു തോന്നലില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി ആ സ്ക്രിപ്റ്റിൻ്റെ ആയിരിക്കാം. അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. അതുകൊണ്ട് പടം മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മാസ് പടം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന്റെ എടുത്ത് പറയേണ്ടത് ആളൊരു വേണ്ട, അങ്ങനെ അത്രയും ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ സിനിമയിൽ. നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞാൻ കഥയിൽ കാര്യങ്ങളൊന്നും കൂടുതൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. രാജ് പി ഷെട്ടിയുടെ പെർഫോമൻസ് ഓൾവേസ് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം രാജ് പി ഷെട്ടി ആരാണ് എന്നറിയാവുന്നവർക്ക് അങ്ങേരുടെ ഒരു കാലിബർ എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇനി പണ്ട് പുള്ളിയുടെ ആദ്യ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ മിന്നൽ മുരളിയുടെ നമ്മുടെ വില്ലൻ്റെ ഗുരു സോമസുന്ദര അഭിനയിച്ച ക്യാരക്ടർ രാജ് പി ഷെട്ടി ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങേര് അത് വേറെ ലെവലിലേക്ക് എത്തിയാണ്. ഗുരു സോമസുന്ദര അത് അലമ്പാക്കിന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. പക്ഷെ അത് രാജ് പി ഷെട്ടി ആയിരുന്നെന്നുണ്ടെങ്കിൽ അതൊരു ഗംഭീര സാധനമായിരിക്കും. കാരണം എനിക്ക് വേറെ ഒരു ക്യാരക്ടറിനെയും വേറെ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിനെ എനിക്ക് വേറൊരാളെ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് സാധാരണ അങ്ങനെ ചിന്തിച്ച് നോക്കാൻ പറ്റാറില്ല. പക്ഷെ ഈ മിന്നൽ മുരളിയുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് രാജ് പി ഷെട്ടി ചെയ്തിരുന്നെങ്കിൽ കിടുവായിരുന്നേനെന്ന് എനിക്കൊരു ഫീൽ ഉണ്ട്. അത് നിങ്ങൾക്ക് അങ്ങേരുടെ മുന്നത്തെ ഗരുഡഗമന, വൃഷഭവാഹന, പിന്നെ ഒന്തുമുട്ടൈക്കഥ, ടോബി, ഈ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണത് എന്താ സംഭവം എന്ന്. എനിവേ അത്രയൊക്കെ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളൂ. ക്രിസ്റ്റോ സേവിയറുടെ മ്യൂസിക് പൊളിച്ചിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. കിടിലൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് കൊണ്ട് മാത്രം ചില സീൻസൊക്കെ നമുക്ക് ഭയങ്കര മാസമായിട്ട് ഫീൽ ചെയ്യും. അല്ലാതെ ഈ സിനിമയിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ത്രൂ ഔട്ട് ഈ സിനിമ കുറച്ച് അധികം ലെങ്ത് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനർത്ഥം സിനിമ ഭയങ്കര ലാഗാണെന്നൊന്നും അല്ല കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഷോർട്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി ചില സമയങ്ങളിൽ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ആ ഒരു കമ്പക്കെട്ട് പരിപാടി വന്നിരുന്ന സമയത്ത് തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ ഒരു നല്ലൊരു സിനിമ കണ്ട് ഇറങ്ങിയ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇത് അങ്ങനെ ഒരു മാരക മമ്മൂക്കയുടെ ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം ഈ സിനിമക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻ ചെയ്ത ആളുകൾ പോയി
ഈ സിനിമേനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട. ഒരു സാധാരണ ഒരു നമ്മുടെ എന്താണ് കോട്ടയം കലാഭവൻ മണിയും മമ്മൂക്കയും കൂടി അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ. സിനിമ നസ്രാണിയാണോ? നസ്രാണി അത് തന്നെ. ആ സിനിമയുടെയൊക്കെ ഒരു ആ ഒരു സിനിമയൊക്കെ തന്നെ വേണമെങ്കിൽ ഒരു വൈബ് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ കഥ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ആ ഒരു വൈബ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിലേക്ക് കുറേ ഇന്റർനാഷണൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പോലെ എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള ഒരു സംഭവത്തിലേക്ക് നായകൻ ചെല്ലുന്നതും അവിടെ നടക്കുന്ന ഇൻസിഡന്റ് കാര്യങ്ങളൊക്കെയാണ് സിനിമ. അത്രേ ഉള്ളൂ എനിക്ക് സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസന്റ് അടിപൊളി പടമാണ് ഈ ടർബോ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.